ഹലോ ക്രൂ, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ്. അപ്പോൾ ചേട്ടൻ 2 ദിവസത്തേക്ക് വേണ്ടി നാട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് വർക്ക്സും കുറച്ച് പേപ്പർ വർക്ക്സിൻ്റെ ഒക്കെ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മിന്നുവിനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ മിന്നുവിന് ഒരു ഐഡിയ ഇല്ല ചേട്ടൻ ഇന്ന് വരുന്ന കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. സർപ്രൈസിങ് ആവോ എന്തോ ആവോ എന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഞാനും ചേട്ടനും പിന്നെ കിച്ചു ചേട്ടനും കൂടെയാണ് ഇപ്പോൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ അമ്മേനെയൊക്കെ വിളിച്ച് ജസ്റ്റ് ഒന്ന് വേറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ എത്താറായി. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഓട്ടിക്കാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. ചേട്ടാ എക്സൈറ്റഡ് ആണോ? എന്തിന് ചുമ്മയാണ് ഇത്. അതുകൊണ്ടാണ് ഞായറാഴ്ച ഫസ്റ്റ് ഓഫ് ഓൾ വന്നത് കാണാനായിട്ട്. ഇതൊരു കള്ള പറയാം. എക്സൈറ്റഡ് ആണോ? കറക്റ്റ് അവിടെ എത്തി. കറക്റ്റ് കണ്ട് ലെറ്റ്സ് സീ. ഞാൻ ആദ്യം പോയിട്ട് അവിടെ നിങ്ങൾ കയറി സോ നമ്മൾ കാറും കൊണ്ട് വന്നപ്പോൾ തന്നെ അവരിങ്ങനെ അകത്തോട്ട് കയറി പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സർപ്രൈസ് ചെയ്യുന്നത്. അവരൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് പോയൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നേരെ പോയി എന്തായാലും കാണും. അപ്പോൾ നമ്മൾ കാർ എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എന്നാലും അവർ അകത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ അവർ പോയില്ല. അതുകൊണ്ട് എന്തായാലും പോകാൻ തന്നെ വിചാരിച്ചു. ചേട്ടൻ പാർക്ക് ചെയ്യാൻ പോയി. ഇവിടെ വെയിലത്ത് നിൽക്കുന്നു. അവിടെ തന്നെ വെളിയിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് എന്തൊരു സർപ്രൈസ് ആവോ അതല്ലേന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നോക്കാം. അപ്പം നമ്മൾ എന്തായാലും ചേട്ടൻ കുറച്ച് ദൂരം അവിടെ പാർക്ക് ചെയ്തിട്ട് ചേട്ടൻ ഇങ്ങനെ നടന്ന് വരികയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് നടന്ന് നമുക്ക് അവരെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം ഈ വഴി കൂടെയൊക്കെ വാ, കാറിന് ഇങ്ങോട്ട് കൂടെയൊക്കെ വാ, ആദ്യമേ കാണണ്ട എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തടത്ത് ഇങ്ങനെ കൊണ്ടുവരണം. പക്ഷേ എന്തായാലും ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് കണ്ട് നമുക്ക് ഉറപ്പായി കാണാം. അവിടെ നിന്ന് നോക്കുന്ന നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം എന്തുകൊണ്ടെന്ന് അവിടെ തിരിച്ചങ്ങോട്ട് പോയി. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ക്യാമറയിൽ കുറച്ച് നല്ലപോലെ വന്നില്ല. കാരണം ഞാൻ തന്നെ ഇവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു. ഓക്കേ, ബാക്കി നിങ്ങളെ കണ്ടു നോക്കൂ. നമുക്ക് ആദ്യം വിചാരിച്ച പോലെ റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല. കാരണം മിന്നുവിന് തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നു. വന്നു ഇനി ഇത് സത്യമായിട്ട് കുറേ നേരമായിട്ട് ഇനി വിശ്വാസമില്ല ഇങ്ങനെ എന്തോ അന്ന് വിട്ട് എന്തോ കിളി പോയ പോലെയൊക്കെ നിൽക്കുമായിരുന്നു കുറേ നേരം. ആൾക്ക് ബിലീവ് ചെയ്യാൻ പോലും കുറച്ചോലും പറ്റിയില്ല. ഇങ്ങനെ നിൽക്കുമായിരുന്നു. മിന്നു എന്തിനു കരയണം? മിന്നു വന്നത് സന്തോഷമില്ലാത്തോണ്ടാ? നമ്മൾ വിജയിച്ച കാര്യം ഇങ്ങനെ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യം നമുക്ക് വലിയ റിയാക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അത്യാവശ്യം റിയാക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സർപ്രൈസ് ആവും. എന്തോന്ന് പറയണ? പറഞ്ഞിട്ട് വാ. പക്ഷെ സർപ്രൈസ് ആവാന്നേ ഒരു വാക്ക് പറഞ്ഞിട്ട് വന്നൂടെ എന്നൊക്കെയാണ് മിന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പക്ഷെ അത് സർപ്രൈസ് അപ്പോൾ സർപ്രൈസ് ആവില്ലല്ലോ ഗൈസ്. അങ്ങനെ കുറേ നേരം നമ്മൾ അങ്ങോട്ടൊക്കെ സംസാരിച്ച് കുറേ കളിയാക്കി അങ്ങോട്ടൊക്കെ ഇരുന്ന് കുറേ നേരം അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇനി വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റിൻ്റെ മിന്നു വന്നെങ്കിലും എൻഗേജ്മെൻറ്റൊന്നും മിന്നു കണ്ടില്ല. അവിടെ നിന്ന് ഞാനടുത്തൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്കും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ അവർ തന്നെ കുറേ എന്തൊക്കെ സംസാരിച്ചു. ഒരു വാക്ക് കൂടി പറയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുവാണ്. Valentine's Day. അതിലൊന്നും അല്ല കാര്യം.
സ്നേഹം, കാതൽ, ലവ്. ഫസ്റ്റ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനും മിന്നുമൊക്കെ ഫുഡൊക്കെ അവിടെ നിന്ന് സദ്യ കഴിച്ചു. എന്നിട്ട് നമ്മൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിലോട്ട് പോകാനാണ്. അതിന് പോയി മുമ്പ് പോയി അമ്മേനെ എടുക്കണം. അപ്പൊ നമ്മള് മിന്നുവിനെ കൊണ്ടുപോകുന്നു. സോ അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവർ വീണ്ടും ഓഡിറ്റോറിയത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ രണ്ടുപേരും നടന്നു. നമ്മളെല്ലാം കൂടെ ഇനി എവിടെയെങ്കിലൊക്കെ പോവുകയാണ്. മിന്നുണ്ട്, കല്ലുണ്ട്, പിന്നെ മെയിൻ താരം ഇന്നത്തെ വ്ളോഗിലെ മെയിൻ കിച്ചുചേട്ടനുണ്ട്. എന്താ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ കുറച്ച് ലെന്തി വീഡിയോ ആയിരിക്കും. നമ്മൾ കാറിലെല്ലാം പാട്ടൊക്കെ ഇട്ട് ചിൽ അടിച്ചാൽ പോണേ. കോപ്പിറൈറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് പാട്ടൊന്നും ഇടാൻ പറ്റാത്ത. പിന്നെ കുറേ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നല്ലപോലെ നമുക്ക് കേൾക്കാനും കുറേ പോർഷൻസൊക്കെ അങ്ങനെ പോവേണ്ടി വന്നു. അതാണ് ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് വോയിസും ക്ലിയർ ആവും, പിന്നെ വിഷ്വൽസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതാണ് ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും പോവാം. പിന്നെ ഇനിയിപ്പം അമ്മേനെ വിളിക്കാൻ പോണം. എന്നിട്ടാണ് അവിടെ നിന്ന് പിന്നെ വേറെ മിന്നു കണ്ടിരിക്കുന്നുണ്ട്. മിന്നു സോ എക്സൈറ്റഡ്. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല മിന്നു എന്തോന്ന് വരുമെന്ന്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ പിണക്കമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ സെറ്റാക്കി വന്നിട്ടുണ്ട്. എന്താ പറയുക, വീഡിയോ ഉണ്ട് പിണക്കമാണെന്ന്. പിണക്കത്തിലായിരുന്നു, അവിടെയൊക്കെ കരച്ചിലായിരുന്നു. നമ്മൾ തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തായാലും ആ സർപ്രൈസ് ഏറ്റിട്ടുണ്ട്. വിചാരിച്ചില്ലല്ലേ? ഇഷ്ടപ്പെട്ട സർപ്രൈസ്? ഇങ്ങനത്തെ ഈ സർപ്രൈസാ ഇഷ്ടപ്പെട്ടതൊന്ന് വാലന്റൈൻസ് ഡേക്ക് എന്ന സർപ്രൈസാ ഇത്? അതിലാണ് വന്നില്ലല്ലോ. ആളാണ് ഇഷ്ടപ്പെട്ടേന്ന്. അതെ ഇരിക്കുന്നുണ്ടില്ലേ, നോക്ക്. സ്നേഹം കണ്ട സ്നേഹം. ഹായ് ഗൈസ്, സൺ കിസ്. അപ്പൊ നമ്മളിപ്പോ ലുലുവിലോട്ട് പോവുകയാണ്. നമുക്ക് അമ്മ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അമ്മ, കല്ലു, മിന്നു, കിച്ചുചേട്ടൻ. അപ്പൊ നമ്മള് ഇത്രയും പേരും കൂടെ പോവുകയാണ്. കുറച്ച് ഇങ്ങനെയൊക്കെ രീതിക്കുന്നെങ്കിലും കുഴപ്പമില്ല. ലേസ് ഉണ്ട് ഗൈസ്. സോ കുറച്ച് നേരത്തെ ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ ലുലു എത്തി. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയുള്ള തിരക്കാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളൊക്കെ ലിഫ്റ്റിൽ കയറി. ആ സമയത്തുള്ളതാണ്. പക്ഷേ ലിഫ്റ്റിൽ കയറി പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഫ്ലോർ എത്തി. അതിനുശേഷം അവിടെയൊക്കെ കുറച്ച് നേരം നടന്നു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മൾ മുകളിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു താഴെ ഹൈപ്പറിലോട്ട് വരാൻ. അങ്ങനെ നമ്മൾ ഹൈപ്പറിലോട്ട് പോയി പിന്നെ അവിടെയൊക്കെ കുറച്ച് നടന്നു എല്ലാം നോക്കി. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനുണ്ടായിരുന്നു. പിന്നെ ബാക്ക് ടു സ്കൂൾ ആയത് കൊണ്ട് കുറച്ച് അങ്ങനെ കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇതൊക്കെ നോക്കി പണ്ടത്തെ കുറേ നൊസ്റ്റാൾജിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഗൈസ്. അപ്പോൾ എന്താ നല്ല രസമുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഇത് കണ്ടില്ലേ, മിന്നു രണ്ടുപേരുടെ കയ്യിൽ പിടിച്ചേക്കുന്നു. സ്നേഹം. ഓക്കെ, അതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. കുറച്ച് ചോക്ലേറ്റ് ഇവിടത്തേക്കൊക്കെ കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ സ്റ്റുഡിയോ പോയി ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് then നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ നേരെ മിന്നുവിൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ പോയിട്ട് നമ്മൾ കഴിച്ചു. ഇതാണ് നമ്മൾ മിന്നുവിനും പിന്നെ കല്ലൂനൊക്കെ എടുത്ത ഡ്രസ്സ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. സർപ്രൈസ് പിന്നെ ഷോപ്പിംഗ് എല്ലാം കൂടെ ഒരു അമേസിങ് വ്ളോഗായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ബൈ.